ജനുവരി 14 2026 ജനുവരി 14 സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായ ഒരു ദിവസമാണ്. ഒരുപക്ഷെ കേരളത്തിലും ദിവസമാണ്, നല്ല ദിവസമാണ്. ഡൽഹി BJP ഓഫീസിലും ഒരു അത്യാവശ്യം BP കൂട്ടുന്ന അല്ലെങ്കിൽ BP കുറയ്ക്കുന്ന BP വേരിയേഷൻ വരുത്തുന്ന ഒരു ദിവസമാണ്. മറ്റൊന്നുമല്ല, 101 സീറ്റിൽ 100 സീറ്റിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഒരു സീറ്റിൽ തിരഞ്ഞെടുപ്പ് നടന്നില്ല. അത് വിഴിഞ്ഞം സീറ്റാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിഴിഞ്ഞം സീറ്റിൽ മരണം നടന്നതുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നില്ല. അത് തിരഞ്ഞെടുപ്പിന് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പാണ് ജനുവരി 13 നടക്കുകയും 14 റിസൾട്ട് വരികയും ചെയ്യുന്നത്. അത് മറ്റിങ്ങനെ ചില മണ്ഡലങ്ങളിൽ ഇങ്ങനെ സ്ഥാനാർത്ഥി മരിച്ചു, ജയിച്ചവർ മരിച്ചു, ഇങ്ങനെ പല കാരണങ്ങളാൽ കുറച്ച് സ്ഥലത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് സ്ഥലത്ത് മാറ്റി. അതെല്ലാം ജനുവരി 13 തിരഞ്ഞെടുപ്പ്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ഈ കോർപ്പറേഷനിൽ ഒരാൾ കൂടി ജയിച്ചു കിട്ടിയാൽ ഈ ഇപ്പോൾ ഉള്ള 2 സ്വതന്ത്രന്മാരെ ആശ്രയിക്കാതെ തന്നെ കണ്ണമ്മലുള്ള രാധാകൃഷ്ണനെയും അതിൽ കോൺഗ്രസിൻ്റെ വിമതനായി ജയിച്ച ഒരു സ്വതന്ത്രനെയും ആശ്രയിക്കാതെ തന്നെ BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയും. 51 സീറ്റാവും. ഇപ്പോൾ 50 കൊണ്ട് ഒരു സീറ്റ് കൂടെ പിടിക്കാൻ പറ്റും. അപ്പോൾ അത് പിടിക്കുമോ എന്ന്, കാരണം ഒരു പ്രശ്നം പക്ഷേ ഉള്ളത്, വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു കോസ്റ്റൽ ബെൽറ്റാണ്. അവിടെ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലും. അവർ കൂടുതലും പള്ളി റിലേറ്റഡും അതുപോലെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരായാൽ പോലും അവർ കൺവെർട്ടഡ് ക്രിസ്ത്യൻ വിഭാഗത്തിലൊക്കെ പെട്ടവരാണ് കൂടുതലും. അവരുടെ വോട്ട് കിട്ടി അവിടെ ഇതുവരെ ജയിച്ചിട്ടുള്ളതല്ല. അവിടെ കോൺഗ്രസ് ആണ് സ്ഥിരമായി ജയിക്കുന്നത്. പിന്നെ ഇടതുപക്ഷവും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ പഞ്ചായത്തായിരുന്ന സമയത്തൊന്നും BJPക്ക് അവിടെ കച്ചി തൊടാൻ പറ്റുന്ന സ്ഥലമല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം BJP ജയിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഡെപ്യൂട്ടി ചെയർമാനോ ഡെപ്യൂട്ടി മേയറോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ എന്തെങ്കിലും ഒരു പൊസിഷനൊക്കെ കൊടുത്തുകൊണ്ട് ഒരാളെ, ഒരു സ്വതന്ത്രനെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ പറ്റ ഒരു BJPക്കാരനെയോ ഒക്കെ നിർത്തി വലിയ ഹൈപ്പ് ഉണ്ടാക്കി കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നാൽ കോർപ്പറേഷനിൽ ശക്തമായൊരു ഇത് കൊടുക്കുമെന്നും പിന്നെ അവിടെ ആ വാർഡിൽ കൗൺസിലിന് ആ വാർഡിന് ഒരുപാട് വികസന പ്രവർത്തനം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെട്ടാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാമെന്ന് അറിയില്ല. എന്നാലും ജനങ്ങളാണ് അവസാനം വോട്ട് ചെയ്യേണ്ടത്. വിഴിഞ്ഞം ആരെ കൂടെ നിൽക്കുമെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തായാലും ഇന്നത്തെ നിലയിൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ അത് കോൺഗ്രസ് വാർഡാണ്. കോൺഗ്രസിനോടാണ് ഇപ്പോൾ ആഭിമുഖ്യം. മഹാഭൂരിപക്ഷം കോൺഗ്രസ്സുകാരാണ്. പിന്നെ ഇടതുപക്ഷത്തിലേക്കൊക്കെ വിഴിഞ്ഞ പഞ്ചായത്തായിരുന്ന സമയത്ത് പല രൂപത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ അത് കോർപ്പറേഷൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അത് BJP പിടിക്കാനുള്ള സാധ്യതയാണ്. ഭരണകക്ഷി പിടിക്കണം, കാരണം അവർക്ക് 50 സീറ്റ് ഉള്ളതുകൊണ്ട് എന്ത് വില കൊടുത്തും അവർ പിടിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരിൽ ഒരാളോ ഡെപ്യൂട്ടി മേയറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. മാത്രമല്ല ഇനി വേറെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ രാധാകൃഷ്ണൻ, കണ്ണമ്മൂലുള്ള രാധാകൃഷ്ണനും അതുപോലെ മറ്റൊരു കോൺഗ്രസ് നേതാവും ജയിച്ചവരും അവർക്കും എന്തെങ്കിലുമൊക്കെ പൊസിഷൻ കൊടുത്താലേ അവർ ചിലപ്പോൾ വരികയുള്ളൂ. എന്തായാലും അത് അറിയില്ല. നമുക്ക് തീർച്ചയായിട്ടും ജനുവരിയിൽ നമുക്ക് അറിയാം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. 6 മാസത്തോളം നമുക്ക് 6 മാസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി. അപ്പോൾ ഇതിനിടയിൽ ഇതെല്ലാം നടക്കും. എന്തായാലും BJP വലിയ പ്രതീക്ഷയിലാണ്. നരേന്ദ്രമോദി വരെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ പ്രതീക്ഷയുള്ള സാഹചര്യത്തിൽ 26-ാം തീയതിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ്. ഈ ജയിച്ച കാൻഡിഡേറ്റ്സിൻ്റെ സത്യപ്രതിജ്ഞ വെച്ചിരിക്കുന്നത് ഡിസംബർ 26-നാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ പുതിയ ഭരണസമിതി വരും. ഭരണസമിതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് മേയറെയൊക്കെ തിരഞ്ഞെടുക്കും. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വിഴിഞ്ഞം BJP നേടുമോ?